പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയരെ, ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ വിശദീകരിക്കുവാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമുക്ക് മറ്റൊരു ദിനം കൂടി നൽകിയ കർത്താവിന് നന്ദി പറയേണ്ടി വേണം. കാരണം ഇന്നലെ ഉണ്ടായിരുന്നവരിൽ പലരും ഇന്ന് ഈ പ്രഭാതം കാണാതെ നമ്മെ വേർപെട്ടു പോയിരിക്കുന്നു. നമുക്കാർക്കും ഭാവിയെ പ്രവചിക്കാനാവില്ല. പ്രവചിക്കുന്നവൻ ഈശോനാഥനാണ്. ആ ദൈവത്തെ സ്തുതിക്കാതെ ഒരു ദിനം കടന്നു പോകരുത്. നിത്യതയിലേക്കുള്ള സ്വർഗീയ വാതിലാണ് ഈശോ. ആ ഈശോയെ മഹത്വപ്പെടുത്താതെ ഒരു ദിനവും ഉണ്ടായിക്കൂടാ. മക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ആയിരിക്കട്ടെ, എന്നാൽ അല്പനിമിഷം അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. നന്ദിക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും ഏറ്റവും പരമയോഗ്യനായ കർത്താവിനെ. ഈശോനാഥൻ നമ്മുടെ പ്രവർത്തികളെ വിശദീകരിക്കുവാൻ കഴിവുള്ള ഒരേയൊരു ദൈവമാണ്. ഈശോനാഥൻ, ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വരുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോനാഥനൊപ്പം ജനനം മുതൽ മരണം വരെ, ഉത്ഥാനം വരെ, അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത പരിശുദ്ധ മാതാവിനെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അമ്മയായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അമ്മയെയും ഈശോനാഥനെയും ക്ഷണിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്കും ക്ഷണിക്കാം. നന്മ നിറഞ്ഞ മറിമ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. മാതാവേ, കർത്താവിൻ്റെ പുണ്യമായ അമ്മേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. വിശുദ്ധമായത് ചിന്തിക്കുന്നിടത്ത് വിശുദ്ധി ഉണ്ടായിരിക്കും, തിന്മ ചിന്തിക്കുന്നിടത്ത് പിശാചും എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ അമ്മേ. കൃപയുടെ നിറവേ, കനിവൻ കടലേ, ഞങ്ങളെ മക്കളായി ചേർത്ത് പിടിക്കണമേ. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുറവുകളെ ഹൃദയത്തെ തൊടണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം ദൈവമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറവിനെ ഞങ്ങൾക്ക് തരിക. അതിനായി ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. പരമകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദ ലോർഡ് ജീസസ്, പ്രൈസ് ദ ലോർഡ് ജീസസ്. സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഓരോ മക്കളെയും തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. സാത്താൻ്റെ ശക്തികൾ തകർന്നു പോകട്ടെ. എൻ്റെ പിതാവേ, സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, കുരുക്കുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കൂട്ടായ്മയെ വിശദീകരിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും വിശദീകരിക്കണമേ. അവരെ തൊടണമേ, മാനസാന്തരം നൽകണമേ. ഈ കൂട്ടായ്മയിൽ പലരെയും പൈശാചിക ബന്ധനത്തിൻ്റെ കെട്ടുകളാൽ തളയ്ക്കപ്പെട്ടതായി പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥന ശക്തി പ്രാപിക്കുന്ന നിമിഷമാണ്. അമ്മ പലരെയും കാണിച്ചു തരുന്നു. മക്കളെ പിന്തിരിയുക. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വംശവതരാകാതിരിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവ് കാണിച്ചു തരുന്നു. പല മക്കളും മാനസാന്തരപ്പെടുവാനുണ്ട് എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു. അത്തരം ബന്ധനത്തിൽപ്പെട്ടവർ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. അമ്മ പൈശാചിക നാരകീയ ശക്തികളെ തകർക്കാൻ പ്രത്യേക വരപ്രസാദം ലഭിച്ച ദൈവമാതാവാണ്. അമ്മ ഇപ്പോൾ പറയുന്നത് മാനസാന്തരപ്പെടുക. ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. മാതാവ് നമ്മുടെ മുന്നിലുണ്ട്. അമ്മയെ പ്രത്യേകം വരപ്രസാദമാണ് അമ്മ. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുക എന്നത് അമ്മയുടെ ആഗ്രഹമാണ്. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധ മാതാവ്
നൽകിയ സന്ദേശം ഇതാണ്: സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട മക്കളുടെ മാനസാന്തരം അത് അത്യാവശ്യമാണ് മക്കളെ. അല്ലെങ്കിൽ ക്ഷണികമായ സാത്താൻ്റെ സംരക്ഷണം നിന്നെ സ്വയം അവൻ്റെ അടിമയാക്കുന്ന പ്രലോഭനമാണ്. ഏദൻ തോട്ടത്തിൽ സാത്താനായ സർപ്പം നല്ല ഭംഗിയുള്ള വിലക്കപ്പെട്ട കനി തീറ്റിച്ചതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും പ്രലോഭനങ്ങളാണ്. ക്ഷണികമായ സുഖങ്ങൾ അവൻ തന്ന് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക്, പാതാളത്തിലേക്ക് നയിക്കുന്നു. മാരക ശക്തിയാണ് പിശാചി. അമ്മയാണ് ഈ സന്ദേശം നൽകുന്നത്. അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ അമ്മ ആവശ്യപ്പെടുന്നത് അതാണ്: ശക്തമായ മാനസാന്തരം. അതിനായി നമ്മെ ഒരുക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സന്ദേശത്തിൽ അമ്മ ഇതാണ് കാണിച്ചു തരുന്നത്: സാത്താൻ്റെ പ്രവൃത്തികളെ സ്വീകരിച്ച എല്ലാ മക്കളും അനുതാപപ്പെട്ട് കുമ്പസാരിക്കാനും അത്തരം അവസ്ഥകളിൽ വിടാതെ രക്ഷപ്പെടുവാനും അമ്മ ആഗ്രഹിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പൈശാചിക ബന്ധനത്തെ, സാത്താൻ്റെ നാരകീയ ശക്തികളെ അവിടുത്തെ ജീവനുള്ള തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പുതിയ സൃഷ്ടിയായി മാറ്റണമേ. വിശ്വാസപ്രവണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വശിയാലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ബന്ധന പ്രാർത്ഥന. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം, വ്യഭിചാരം, അശുദ്ധി, മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും റഫായേൽ മാലാഖയുടെയും ഗീവർഗീസ് പുണ്യവാളൻ്റെയും ബെനഡിക്ട് പുണ്യവാളൻ്റെയും വിശുദ്ധ പാത്രോപ്പിയുടെയും മധ്യസ്ഥം വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാദപീഠത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ബന്ധന മോചന മാതാവേ, അങ്ങയുടെ പുത്രൻ വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരുരക്തമൊഴുക്കി കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകണമേ. ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ. നമുക്ക് ബന്ധന പ്രാർത്ഥന 3 തവണ ചൊല്ലി കാഴ്ചവെക്കാം. അതിലൂടെ നമ്മുടെ ഭവനത്തിലും നമ്മൾ ആയിരിക്കുന്നിടത്തും ഉള്ള എല്ലാ പൈശാചിക നാരകീയ ശക്തികളെയും നമുക്ക് ആട്ടി അകറ്റുവാൻ സാധിക്കും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ആമേൻ.